സുഹൃത്തുക്കളെ, ഞാൻ റഹ്മാൻ പൊന്നാനി. ഇന്ന് വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസം കൂടിയാണ്. ഒന്നാമത് ഇന്ത്യൻ്റെ റിപ്പബ്ലിക് ഡേ ആണ്. അതോടുകൂടി തന്നെ തെക്കാപ്പുറം ഒരു പൊന്നാനി തെക്കാപ്പുറം ഒരു സംഗമം സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ സംഘാടകർക്ക് വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാനിവിടെ പോയിരുന്നു. എൻ്റെ കുട്ടിക്കാലം പലരെ പോലെ ഞാനും എൻ്റെ കുട്ടിക്കാലം അവിടെ ആയിരുന്നു, തെക്കാപ്പുറമായിരുന്നു. ഒരുപാട് സ്നേഹിതന്മാരെ കണ്ടു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരുപാട് ആളുകളൊക്കെ കണ്ടു. വളരെ സന്തോഷം തോന്നി. അതിൽ സങ്കടം ഉളവാക്കുന്ന ചില വ്യക്തികളെയും കണ്ടു. അസുഖം ബാധിച്ചിട്ട് ഒരു 2-3 പേരെ കണ്ടു. എന്തായാലും അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അവർക്കും നമ്മൾക്കും അതുപോലെ വന്നിട്ടുള്ള അസുഖങ്ങളൊക്കെ അല്ലാഹു തആല ശിഫ നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ റഹ്മാൻ പൊന്നാനി. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്ത സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ഈ ചാനൽ ഉയർന്നത്. ഞാനവിടെ പോയി നോക്കുമ്പോൾ ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചു. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് പൊന്നാനി അങ്ങാടി കഴിഞ്ഞാൽ എടുത്തു പറയാൻ പറ്റിയത് മീൻതരവ്, അതുപോലെ മരക്കടവ്, തെക്കാപ്പുറം വളരെ തിരക്കുള്ളൊരു അങ്ങാടിയായിരുന്നു. പൊന്നാനി അങ്ങാടി കഴിച്ചാൽ പെട്ടെന്ന് ഞങ്ങൾക്കൊക്കെ കുട്ടിക്കാലത്ത് അത് തെക്കാപ്പുറം എന്ന് പറഞ്ഞാൽ മീൻ മാർക്കറ്റ്, വാക്കുട്ടിയാക്ക, പിന്നെ ചെറ്റപ്പരമാക്കാൻ്റെ പലചരക്ക് കട, എൻ്റെ മൂത്താപ്പ മൊയ്തുണ്ണിക്ക, അവിടെ എൻ്റെ ഫാദർ ഉപ്പുണ്ടായിരുന്നു, മൊയ്തുണ്ണിക്കാൻ്റെ മോമെന്ന് പറയും. പിന്നെ എൻ്റെ എളാപ്പ വാക്കുട്ടിയാക്ക അവിടെ കച്ചവടം ചെയ്തിരുന്നു. വീരാനിക്കാൻ്റെ കുഞ്ഞാക്ക തേങ്ങ കൊപ്പരൊക്കെ വെട്ടുമ്പോൾ ഞങ്ങൾ എല്ലാം അബൂബക്കർ, ടൈലർ അബൂബക്കർ, അതുപോലെ പഴകുടിയിലെ അബു, നജീബ്, അടുത്ത വീട്ടിൽ ആസാൻ്റെ കൊടുത്ത പെട്ടെന്ന് മനസ്സിലാവാനങ്ങനെ പറയണത് മജീദ്, ഹമീദ്, അതുപോലെ തന്നെ അഷറഫ്, കുഞ്ഞു മുഹമ്മദ്. പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആളുകളൊക്കെ ഇന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ കുഞ്ഞാക്കാനവിടെ പോയാലാണ് ഈ തേങ്ങാ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ഞങ്ങളവിടെ ക്യൂ നിൽക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ലോകം വിട്ട് നമ്മളെയൊക്കെ വിട്ടു പോയ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയ ഒരുപാട് പേരുണ്ട്. പെരുമ്പള്ളിയാക്ക ആ ചായക്കച്ചവടമൊക്കെ അവിടെ ഭയങ്കര, മുക്കാടിയിലുള്ള ആളുകൾ മൊത്തം തെക്കാപ്പുറം വരും. വളരെ രസമായിരുന്നു. അതുപോലെ തന്നെ ബാപ്പുക്കാൻ്റെ ചായപ്പൂടിയ, നമ്മളെ കുഞ്ഞാമത് ചായപ്പൂടിയ നടത്തിയിരുന്ന, അങ്ങനെ ഒരുപാട് പേര് ഈ ലോകത്തുനിന്ന് പോയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പോകുമ്പോഴും അവരെയും നമ്മയെല്ലാം അള്ളാഹു നല്ല ഒരു പ്രതിഫലം തന്നു നമ്മൾക്കും സ്വർഗം നൽകട്ടെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ. പിന്നെ കൂടുതലായി പറയുകയാണെങ്കിൽ തെക്കാപ്പുറം എവിടെ, ഏത് പൊന്നാനിയിൽ എവിടെ എത്ര ദൂരം പോയാലും തെക്കാപ്പുറം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് വിട്ടുപോകില്ല. അത്രയും ഒരു ആ അങ്ങാടി വേണ്ടി പറയാൻ വാക്കുകളില്ല. കാരണം എന്താ അറിയോ, ഒരു മീൻ മാർക്കറ്റ് ചെറുതാണെങ്കിലും മരിച്ചുപോയ വാക്കുട്ടിയാക്ക, അതുപോലെ തന്നെ പല ആളുകളും കച്ചവടം ചെയ്തിട്ട് മുക്കാടിൽ നിന്നൊക്കെ സഹോദരന്മാരും ചെറിയ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് കുഞ്ഞാക്കാൻ്റെ കുഞ്ഞാക്കാൻ്റെ പീടിയൻ്റെ അവിടെ വെച്ചിട്ട് ഒരു തല വരെ മീനേറ്റിരിക്കും. അതുപോലെ തന്നെ റംലാനിക്കൊക്കെ മാസം കാണാൻ പട്ടേൽ ബായിൻ്റെ നേരെ മുമ്പിൽ ചെയ്താക്കാനെ കണ്ടെത്തിനാണ്ട് ജനങ്ങളൊക്കെ കൂടിയിട്ട് എന്തൊരു രസമായിരുന്നു. ഒരിക്കലും ആ അധ്യായം അടഞ്ഞു കഴിഞ്ഞ് കിട്ടൂല. പിന്നെ പുതുതായിട്ടുള്ള തലമുറ അതിന് ശ്രമിക്കണം. ഇപ്പോൾ ചെറിയ കടകളൊക്കെ ഉള്ളു. ഇത് ഒന്ന് റിവേഴ്സ് ഗിയറിൽ ഇടേണ്ടി വരും. അത്യാവശ്യം നല്ല സെറ്റപ്പായി ചായക്കടകളും അതുപോലെ പലചരക്ക് കടകളും വ്യാപാരം ഒന്ന് സജീവമാക്കണം. ഈ നാട്ടുകാരും കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് സഹകരിക്കണം. അവരെ എന്താ പറയുക, അവർക്ക് സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കണം. അങ്ങനെ ഒരു മാർക്കറ്റ്, പഴയകാല മാർക്കറ്റ് വരട്ടെ എന്ന് ആശംസിക്കുന്നു. തെക്കാപ്പുറത്തെ സംബന്ധിച്ച് ഇരുമ്പേലപ്പാലം അപ്പുറത്തുള്ള ആളുകളും പള്ളപ്പുറം മുതൽച്ചിട്ട് മുക്കാടി ഭാഗത്തുള്ള എല്ലാ ആളുകളും തെക്കാപ്പുറം മാർക്കറ്റിലാണ് വരെ. ഭയങ്കര തിരക്കും കച്ചവടം ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങളെ സ്നേഹിതന്മാരിൽപ്പെട്ട ഒരുപാട് പേരെ കണ്ട്. പഴകുടിയിലെ അബു, മുജീബ്, അതുപോലെ തന്നെ ഉസ്മാൻ കുട്ടി. ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ മത്സരമാണ്. ഉസ്മാൻ ഞങ്ങളെ ടീമിൽ വേണമെന്നൊക്കെ പറയട്ടെ. അങ്ങനെ ടൈലർ അബൂബക്കറാണ് കുറച്ചുപാടൊന്ന് ജിഗർ ഞങ്ങളെ കൂട്ടത്തിൽ. പള്ളിക്കുളത്തിലൊക്കെ നീന്താൻ ഭയങ്കര സൂപ്പറാണ്. തന്നെയല്ല, അബൂബക്കർ ഒരു പടി മുമ്പിലാണ് എല്ലാ വിഷയത്തിലും. അന്ന് നല്ല ഇതാണ്.
കുളത്തിലൊക്കെ കയറി അബോക്കറിനായിട്ട് നീതി എത്തുന്നു ആരും ഇനിയിപ്പോൾ അങ്ങനെ എല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ കള്ളനും പോലീസും കളിക്കുമ്പോൾ രാത്രിയൊക്കെ ഇന്നിപ്പോൾ പാടിയില്ല അബ്ദുറഹിമാൻ മാഷ പാട്ട് പാടില്ല അഷ്റഫ്. ഞങ്ങൾ ടീമിൽ വേണമെന്ന് കഴിഞ്ഞാൽ പിടിയും വലിയാണ്. കാരണം കള്ളനും പോലീസും കളിക്കുമ്പം കിട്ടൂല മൂപ്പര്, അത്രയും ഒരു സ്കെൽറ്റായിട്ട് ഒളിച്ചിങ്ങനെ ഇരിക്കാം. ഇതാണ്. പിന്നെ തെക്കേപ്പുറത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഈ സംഗമം ഇവിടെ നടത്തിയ സംഘാടകർക്ക് ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും നന്ദി രേഖപ്പെടുത്തുകയാണ്. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, ലൈക്കും കമൻറ്റും കൊടുക്കുക. നിങ്ങൾ കമൻറ്റ് കൊടുക്കാൻ ഇതിൽ ഏർപ്പെടണം, അപ്പോഴാണ് ചാനലിൽ റീച്ച് കിട്ടുള്ളൂ. ഇന്ന് ഞാനവിടെ പോയിട്ട് വളരെ സന്തോഷമായിട്ടാണ് വന്നത്. നമ്മൾക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മസ്സലാം. ആ സമയത്താണ് പിന്നെ സംഗമങ്ങൾ നടത്താറുള്ളത്. കുടുംബ സംഗമത്തെ പറ്റിയിട്ട് പേപ്പറിലാണ് അറിയാറുണ്ട്. ആ കുടുംബത്തിലുള്ള ആളുകൾ, അവിടുത്തെ ആളുകൾ അവിടെ കല്യാണത്തിൽ പിന്നെ മറ്റൊരു സംഗമം കണ്ടു വരുന്നത് ഗൾഫിൽ ഞാൻ ഒന്നിട്ടാണ് പങ്കെടുത്തിട്ടുണ്ട്. ഈ പരിപാടിയെ കുറിച്ച് കുറച്ച് വായിച്ചുകൊണ്ട് നിങ്ങളെ ശ്രദ്ധയിലേക്ക് എത്തുകയാണ്. റിപ്പബ്ലിക് ദിനമായി ഇന്ന് ദേശീയ പതാക ഉയർത്തി ദേശീയ ഗാനം ആലപിച്ചുകൊണ്ടും തെക്കേപ്പുറം സംഗമത്തിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 4 മാസം മുമ്പ് ഒരു മിനി സംഗമം ഞങ്ങൾ നടത്തിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തെക്കേപ്പുറത്ത് പ്രവർത്തിച്ചിരുന്ന 2 സംഘടനകളുടെ പ്രവർത്തകർ ദൗലാൻഡ് തെക്കേപ്പുറം എന്നൊരു വേദി ഉണ്ടാക്കിയാണ് സംഗമം സംഘടിപ്പിച്ചത്. ഇങ്ങനെ തെക്കപ്പുറത്തുകാരായ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇവിടെ ജനിച്ചു വളർന്ന് സാഹചര്യം കൊണ്ട് ഇവിടെ നിന്ന് വിട്ടുപോയവർക്കും നിലവിലുള്ളവർ തെക്കേപ്പുറത്തെ പുതുതായി സന്തോഷത്തോട് താമസിക്കാൻ വന്നവർ എല്ലാവരും അടങ്ങുന്ന ഒരു സംഗമം ദൈവാനുഗ്രഹം കൊണ്ട് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മുടെ തെക്കേപ്പുറത്തും എല്ലാ മേഖലയിലും കഴിവ് ധരിച്ച വനിതകളുണ്ട്. പ്രവാസികളെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കുടുംബ സംരക്ഷണത്തിലും നാടിന്റെ എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളിലും അവരുടെ പങ്കാളിത്തം വളരെ വലുതാണ്. നമ്മുടെ ഈ സംഗമത്തിന് പോലും അവരുടെ സഹായം മറക്കാൻ കഴിയില്ല. ഗൾഫിൽ നിന്ന് അബൂബക്കറും ഫാറൂഖും ഇബ്രാഹിം ഉൾപ്പെടെ അനേകം തെക്കേപ്പുറത്തുകാർ ആവേശത്തോടെ ഈ ചർച്ചകളിൽ പങ്കെടുത്തു ചർച്ചകളിൽ സജീവമായിട്ടുണ്ട്. പിന്നീട് ഈ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകരും അവരുടെ എല്ലാ പ്രാദേശിക നേതാക്കളുമാണ്. പ്രോത്സാഹനകരമായ അവരുടെ വാക്കുകൾ വിലമതിക്കുന്നതാണ്. ഈ 2 വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ ഈ സംഘത്തിലെ പ്രതിനിധികളായി അംഗങ്ങളായിരുന്ന പടിഞ്ഞാറാത്തി അസ്മ അഫ്സർ എന്നിവർ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളായി സംഗമത്തിൽ പങ്കെടുക്കും. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. എന്റെ ക്ലാസ് മാസ്റ്ററാണ് പ്രിയപ്പെട്ട ഹർദി മാസ്റ്റർ. അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ അടിയുടെ വേദന ഒരിക്കലും ഒരു ചടങ്ങാണ് ഇനി ഉള്ളത്. നമ്മുടെ പരിപാടി നടക്കുന്നതിൽ അവർ വിളിക്കുന്ന പ്രകാരം പരിപാടികൾ വന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ തെക്കേപ്പുറത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാം രേഖപ്പെടുത്തണം എന്ന് വിനീതമായി ആദ്യമായി ഈ അതുപോലെ തന്നെ ഈ പരിപാടികൾക്ക് ഈ ഞാൻ ക്ഷണിക്കുകയാണ്. കിടക്കുന്ന ആ സ്ഥലം സ്വർഗീയ ബന്ധുപ്പാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ജീവിച്ച കാലഘട്ടം ഒരുപാട് പരാബ്ധങ്ങൾ, ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ മുട്ടിക്കാൻ വേണ്ടി ഇന്നത്തെ പോലെ അല്ല അന്ന് മക്കള് ഇന്ന് 1 or 2 അന്ന് അങ്ങനെയല്ല. 10ഉം 16ഉം പെറ്റ ഉമ്മമാരി പൊന്നാനിയിൽ 5ഉം 8ഉം 6ഉം 7ഉം മക്കളില്ലാത്ത വീടുകൾ കുറവാണ്. അവരെല്ലാം പോറ്റി വളർത്താൻ വിരലിൽ എണ്ണാവുന്ന കുറച്ച മുതലാളിമാർ ഒഴിച്ചാൽ അധിക പേരും ആളുകളും കുടുംബ
ലോകം പോറ്റാൻ വളരെയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും യാതനകളും സഹിച്ചുകൊണ്ടാണ് അവരെല്ലാം ഈ ലോകത്തോട്. നമ്മുടെ ഭൂതകാലത്തിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കി ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് നേരം നമ്മൾ ആരായിരുന്നു? അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല. നമ്മളെ ഈ ലോകത്തേക്ക് വന്നു, അതിനുശേഷം ഇങ്ങോട്ട് ഉള്ള അവസ്ഥ നല്ലൊരു ഷർട്ടഡ് ആയി ഈ സംഘം അള്ളാഹു ഇത് തന്നെയാണ് അവന്റെ മതത്തിൽ, അവന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അവന്റെ മാർഗങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക. ജനങ്ങളുടെ ഇടയിൽ കുഴപ്പവും ഫിത്നയും ഫസാദും ഉണ്ടാക്കാതെ എല്ലാവരെയും യോജിപ്പിച്ച് ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കാനാണ് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും നമ്മോട് ആഹ്വാനം. അതുകൊണ്ട് അത് എന്നോട് പിന്നെ നിങ്ങളോട് ഭാവി ജീവിതങ്ങൾ, പഴയ ജീവിതം തുലം ചെയ്തുകൊണ്ട് നമ്മൾ എത്രമാത്രം പുരോഗതിയിലാണ്, എത്രമാത്രം അനുഗ്രഹത്തിലാണ് ഉള്ളത് ആത്മപരിശോധന. ഇന്നെല്ലാവരും വളരെ നിയമത്തിൽ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ അനുഗ്രഹം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി പറയാൻ, അതിന് അനുസരിച്ച് ഈ സംഗമം എല്ലാ നിലക്കും നേരത്തെ നല്ലത് ആശയമാണ്. അധികം എവിടെയും കാണാത്ത മാഷപാത്രം പോലെ കേൾക്കാത്ത അവസാനത്തെ പോക്കിലാണ് സാധിക്കുമാറാവട്ടെ, അതിനുള്ളൊരു പ്രചോദനമാവട്ടെ. ഈ സംഘം ഇതിനുവേണ്ടി എന്നെ ക്ഷണിച്ച എൻ്റെ സംഘാടകർ, എൻ്റെ അഭിവാദം. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, 75ാമത്തെ ആണ്ടാണ്. ഫ്രണ്ട് പത്രത്തിൻ്റെ 2 പേജിൽ തന്നെ കാണാൻ ഇരുവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പ്രകാശിനെ ക്ഷണിക്കുന്നു. പ്രകാശ് നമസ്കാരം, ഞാൻ പ്രകാശൻ, ടൈലറാണ്. ടൈലറാണെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ വന്നിട്ടാണ് ഞാൻ ടൈലർ ആയിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയപ്പോൾ വളരെ സന്തോഷമായി. എല്ലാവർക്കും ഒരുവിധം മിക്ക ആൾക്കാർക്ക് എന്നെ അറിയാമെന്നാണ് തോന്നുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ തെക്കേപ്പുറത്തെ കുറിച്ച് ഇവിടെ എല്ലാം ഒരുവിധം എല്ലാവരും അറിഞ്ഞും കഴിഞ്ഞും കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഇങ്ങനെയുള്ളൊരു സന്ദർഭം വന്നപ്പോൾ എനിക്ക് വിലപ്പെട്ട 2-3 ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷമമുണ്ട്. ഒന്ന് നമ്മളെ നൗഷാദ്, അക്ബർ,
അവരൊക്കെ ഉണ്ടെങ്കിലും ഒന്നും കൂടി പങ്ക്. പക്ഷേ ദൈവനിശ്ചയം പോലെ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ്. നമ്മളിന്ന് വിട്ടുപോയ എല്ലാവർക്കും വേണ്ടിയിട്ട്. നമ്മൾ തെക്കേപ്പുറത്തിൻ്റെ എല്ലാം ആയിരുന്നു. ഇപ്പം ഇന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമായിരുന്നുള്ളതോട് എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് കൂടുതലായി ഒന്നും പറയാനില്ല. പറയാനുള്ളതൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നന്ദി, നമസ്കാരം. പ്രകാശിന് നന്ദി പറയാം. ശിഹാബ് തെക്കോത്ത്. ശിഹാബ് തെക്കോത്ത്. ഷിയാബില്ലേ? സംഗതി ജോറായി നടക്കട്ടെ, അത്രേ പറയാനുള്ളൂ. തലകില് ചൂട് കീറിയിട്ട് ഓരോ വീട്ടിലെത്തിക്കുന്ന ആ ഒരു പ്രവണത പൊന്നാനിയിൽ തെറ്റാപ്പുറത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റുള്ള ഭാഗത്തൊക്കെ എല്ലാ മേഖലയിലും വ്യക്തികൾ ചെന്ന് വിളിക്കുന്ന ഒരു സമ്പ്രദായം. അതുപോലെ തന്നെ മീൻ മാർക്കറ്റായിരുന്നു ആ മീൻ മാർക്കറ്റ്. പിന്നെ മീൻ മാർക്കറ്റ് മാത്രമല്ല, ഈ മത്സ്യത്തൊഴിലാളികള് പിന്നെ കളിക്കൂടുന്ന ഓരോ കളികളെയും വെച്ചിട്ട് ചെറിയ കാലം വലിയൊരു മാർക്കറ്റായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ നബിദിന പരിപാടിക്ക് അന്നദാനം ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ കുട്ടിക്കാരൻ്റെ കൊപ്പരക്കൂട്ടിൽ വെച്ചിട്ട് അന്നദാനം നല്ല ഗംഭീര പരിപാടിയായിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ അച്ചുട്ടി, അതുപോലെ തന്നെ രാഘവേട്ടൻ, ശ്രീയുടെ അച്ഛൻ രാഘവേട്ടൻ, ഇവരൊക്കെ നമ്മുടെ പൊന്നാൻ തെക്കാപ്പുറത്ത് നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളാണ്. അതുപോലെ മട്ടേരി പോകുമ്പോഴൊക്കെ അവിടെ നമ്മളെ അപ്പേട്ടെ, അതുപോലെ തന്നെ പിന്നെ നമ്മളെ പിന്നെ ഈ സൈക്കിള് എഴുതുക്ക, അങ്ങനെയൊക്കെ ഇപ്പോഴും നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ മട്ടേരി പോകുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്നത് പോലെ ഒരു പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ. അങ്ങനെ ഒരുപാട് കാര്യം അവിടെ തന്നെ ആ സുഖാണ്. ചായ പിടിച്ച് എവിടെ പരിപാടി? അപ്പുറത്ത് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടാ. പഴയ കുട്ടിക്കാലം ഓർമ്മയായി. എന്തായാലും നന്നായി അത് വന്നു. പല കച്ചവടങ്ങളുണ്ടായിരുന്നു. ഓലക്കച്ചവടം മുതൽ മരുന്ന് കച്ചവടം. അങ്ങനെ പൊന്നാനി അങ്ങാടി കഴിഞ്ഞാൽ പൊന്നാനിയിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ചെറു പട്ടണം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഈ തെക്കേപ്പുറം കാലാന്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളുടെ പേരിൽ പലരും പല ഭാഗങ്ങളിലേക്ക് കുടിയേറിപ്പോവുകയും അങ്ങനെ ഇവിടെ ഇപ്പോൾ വളരെ നാമമാത്രമായ കച്ചവട സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഇവിടുത്തെ ജനങ്ങളിലുള്ള ഈ ഐക്യം ആവേശവും ഒക്കെ
അന്നും ഇന്നും ഒരുപോലെയാണെന്നാണ് ഇത്തരം ചടങ്ങുകൾ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നും രാവിലെ തന്നെ ഇതിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഈ മഹലിന്റെ ഇമാം ബഹുമാനായ ആഫീസ് ഉസ്താദ്, വേദിയിലുള്ള പ്രിയപ്പെട്ട സർഫുദ്ദീൻ മാഷ്, KT മുഹമ്മദ് സാഹിബ്, KM മുഹമ്മദ് സാഹിബ്, OKM കൃഷ്ണൻകുട്ടി, ഷാഫി, റാഷിദ് തുടങ്ങി മുഖപരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട KT ഹംസ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ഈ യോഗം ഉദ്ഘാടനം ഇവിടെ പ്രിയപ്പെട്ട സർവ്വദ്യ മാസ്റ്റർ ക്ഷണിച്ചു. സുഹൃത്തുക്കൾ, കൂട്ടായ്മയുടെ പേരിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നതിൽ ഒരു സന്തോഷമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തെക്കാപ്പുറത്ത് നിലവിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നിന്ന് താമസം ചെയ്ത കാരണത്താൽ താമസം മാറിയ ആളുകളുടെയും ഒരു സംഗമമാണ് ഇത് നടത്തുന്നത്. അടുത്ത കാലത്തായി നമുക്ക് പേപ്പറുകളിൽ പത്രങ്ങളിൽ കാണാറുണ്ട്, ധാരാളം സംഗമങ്ങൾ നടത്താറുണ്ട്. നമ്മളെ തെക്കാപ്പുറത്തെ ഫുട്ബോളിന്റെ ചാമ്പ്യനാണ് ഉമ്മാട്ടിന് ഉസ്മാനെ കിട്ടുന്നത്. എല്ലാ ടീമും നജീബ് ഒച്ചയും വിളിയും, ഞങ്ങൾ ഒച്ചയും വിളിയും. കിട്ടി. അത് മറക്കാൻ പറ്റും. ഇപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിതന്മാരെ കണ്ട് കുട്ടിക്കാലത്ത് കളിച്ചു വന്നത് ഇക്കട്ടത് സാഹിത്യകാരൻ P. സുരേന്ദ്രൻ, മുസ്ലിം ലീഗ് നേതാവ് MA സമദ്, കോൺഗ്രസ് നേതാവ് KP നൗഷാദ് അലി, CPI നേതാവ് P. രാജൻ, SKSSF സംസ്ഥാന സെക്രട്ടറി അൻവർ മുഹിയുദ്ദീൻ തുടങ്ങി ആലുവ തുടങ്ങി പ്രഗത്ഭരും പ്രശസ്തരുമായ നേതാക്കന്മാർ ചർച്ചാ സമ്മേളനത്തിൽ സാന്നിധ്യം സംസ്ഥാന യുവജനോത്സവത്തിൽ മിമിക്രി പ്രധാന വസ്ത്രം വാങ്ങിയ ഒന്നാം സ്ഥാനക്കാരിയായ ലിയാന അവർ അവതരിപ്പിച്ച ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അവർ മിമിക്രിയിലെ ചില ഭാഗങ്ങൾ നമുക്കായിട്ട് ഇവിടെ അവതരിപ്പിക്കും. പ്രിയപ്പെട്ട ലിയാനയെ ക്ഷണിക്കുന്നു. അസ്സലാമലൈക്കും. ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. എന്തായാലും ഇത്രയധികം ആൾക്കാരുണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൽ ഇപ്പോൾ സ്റ്റേറ്റിൽ പോയിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ കാണിക്കാം. गाड़ी नंबर 120 मंगलापुरम DJ एक्सप्रेस. നമസ്കാരം. ഇനി മലയാളികളുടെ ഒരു ദിവസം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും തെരുവ് നായ്ക്കളെ കുറിച്ചുള്ള വാർത്തകളുടെയും ആകുലതകളുടെയുമാണ്.
Just close your eyes. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തനേ. നല്ല മഴ വരുന്നുണ്ടല്ലോ, ആടിനെ പിടിച്ച് കെട്ടണം. എവിടുന്നോ ഒരു മരം മുറിക്കുന്ന സൗണ്ട് കേൾക്കില്ലേ? ഇത് കേൾക്കണ്ട. ഇനി അല്പം ടെലിവിഷൻ വിശേഷങ്ങളിലേക്ക്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ലിയാനക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ UM ഫാമിലിയുടെ ഒരു ഉപഹാരം ലിയാനക്ക് റഫീഖ് തറയിൽ സമ്മാനിക്കുന്നു. ലിയാന സ്റ്റേജിലേക്ക് വരണം, ആദരവേറ്റുവാങ്ങുന്നതിന് വരണം. ആദരവേറ്റുവാങ്ങുന്നതിന് ലിയാനയും ആദരിക്കുന്നതിന് റഫീഖ് തറയിനെയും ക്ഷണിക്കുന്നു. രണ്ടുപേർക്കും നന്ദി പറയുന്നു. ലിയാനക്ക് പ്രകാശ് അൽറ്റയർ വക ഒരു കേസ് പ്രൈസ് സമ്മാനിക്കും. ടി അഹമ്മദ് സാഹിബ് നമ്മളോട് സംസാരിക്കും. സഹവാസികളെ എന്ന് പറയുന്നത്, കാരണം ഇതിൽ പ്രായം അധികരിച്ച ആളുകളും അതിൽ കുറഞ്ഞ ആളുകളും ഞാൻ അറിയുന്നവരും എന്നെ അറിയാത്തവരുമായ ആളുകളുള്ള ഒരു സദസ്സാണ്. പക്ഷേ ഈ സദസ്സ് ഏറ്റവും അഭിമാനകരമായ ഒരു സദസ്സായി ഞാൻ കാണുന്നു. കാരണം ഒരു കാലത്ത് ഏകദേശം 95% തൊഴിലാളികളും പട്ടിണി പാവങ്ങളുമായിരുന്ന ഒരു പ്രദേശമാണ്. അതിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ധനികരായ ആളുകളുണ്ടായിരുന്നുള്ളൂ. സാമ്പത്തികമായി മുന്നോട്ട് നിന്നിരുന്ന നമ്മുടെ ചില കുടുംബങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ ഒപ്പം തന്നെ വളരെ ദരിദ്രരായ തൊഴിലാളി വർഗം, പ്രത്യേകിച്ച് തേങ്ങ, കൊപ്പര തുടങ്ങിയിട്ടുള്ള മറ്റു മേഖലകളും മത്സ്യത്തൊഴിലാളികളുമായ ആളുകളുടെ ഒരു പ്രദേശമായിരുന്നു. ആ പ്രദേശത്ത് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ചില അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരും അതിലേക്ക് നീങ്ങായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ പിന്നോട്ടു. പിന്നെ ആരോഗ്യപരമായ രംഗങ്ങളിൽ രോഗങ്ങൾ ബാധിച്ച് അത് ചികിത്സിക്കാതെ, അതിനോട് പ്രതിരോധിക്കാതെ, അതിന് ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ തെക്കേപ്പുറത്ത് വന്നാൽ അത് പ്രധാനമായി നമ്മുടെ ഉപ്പാവന്റെ വീട്ടിലായിരുന്നു അതിനെ കേന്ദ്രീകരിച്ചത്. അക്കാലത്ത് ഈ കുട്ടികളെ മറ്റുള്ളവരും കൊണ്ടുവരുമ്പോഴേ കുട്ടികളെ തിരഞ്ഞെടുത്ത കാണില്ല. കാരണം ഈ ഉമ്മമാരെല്ലാം കൊണ്ട് ഈ വാദത്തെ പഠിപ്പുണ്ടല്ലോ, മുകളിൽ ഗ്യാപ്പുണ്ടല്ലോ, ആ ഗ്യാപ്പിനുള്ളിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കാരണം അവർ കുത്തിയാൽ അത് അവർക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയത്. നേരെ കുത്താതിരുന്നാൽ അപകടമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങളിൽ പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്ന രംഗത്ത് അഭിപ്രായ ഉള്ള ആളുകൾ, രാഷ്ട്രീയ പാർട്ടികളാണ് ആളുകൾ ഒരേ സമയത്ത് ഒന്നിച്ചിരുന്ന് ചായ കുടിച്ച് മുട്ടപ്പത്തിരി നിന്നിട്ട് ഇലക്ഷൻ ബൂത്തിലേക്ക് പോകുന്ന ഒരു പ്രദേശം ഈ പ്രദേശത്ത്
കായികപരമായ ഫുട്ബോളിനെ സംബന്ധിച്ച് വളരെയധികം ഉത്കണ്ഠയും അതിൽ ആവേശം കൊടുക്കുന്ന ആളുകളായിരുന്നു. അതിന് ഉദാഹരണമായി നമ്മളെ അവിടെ പെരുപ്പള്ളി കുഞ്ഞാവ് കടയില് ചായക്കടയില് അതിന് തൊട്ടടുത്തായിരുന്നു ഒരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു, കുറ്റിൻ്റെ. അവിടെ എല്ലാവരും റേഡിയോ, അവിടെ ഈ ഹോട്ടലിൽ മാത്രമേ റേഡിയോ ഉള്ളൂ. ആ റേഡിയോയിൽ സന്തോഷമൊക്കെ ഫുട്ബോളിനെ സംബന്ധിച്ച് ഇങ്ങനെ കമന്ററി വന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് നമ്മളെ മിച്ചാക്ക പറമ്പിലെ ഇപ്പൊ പന്തിപ്പിച്ചാക്കാൻ എല്ലാ വീടുകളും ഇവിടെ റിലീഫ് പ്രവർത്തനം നടത്തുന്ന ആരംഭത്തിൽ വരുന്നത് എല്ലാ വീടുകളുടെ സന്ദേശങ്ങളും ഓല കെട്ടാനില്ല, പെര കെട്ടാൻ ഓലയില്ല, അത് വാങ്ങുന്ന സാധനത്തിന് ശേഷിയില്ലായിരുന്നു. അങ്ങനെ ആ രംഗങ്ങളെല്ലാം നമ്മളെ മുക്താണിത്. ഞങ്ങൾ രണ്ടാളും ജന്മേക്കറിയേ. യൂട്യൂബിൽ കാണാം, എല്ലായിടത്തും എല്ലാ എഡിറ്റ് ചെയ്ത് കൊടുക്കും. നമ്മളെ ഇവരെ സംസാരം വരെ നമ്മളെ കുട്ടിക്കാലത്ത് പരിപാടി കാണാം. തെരുവിലെ ചായപ്പൊടി ഇല്ല, പരസ്യം വന്നിട്ടില്ല. പരസ്യം വരാത്തത് മെസ്സേജ് അയച്ചാൽ വന്നതിന് പിന്നെ ഫലം കണ്ടു തുടങ്ങി. കാരണം നമ്മൾ അങ്ങനത്തെ വരും. പിന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എല്ലാ വിഷയങ്ങൾക്കും ഞാൻ അംസാക്കാനെയാണ് ഉപയോഗിക്കാറ്. അദ്ദേഹത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ്. തീർച്ചയായും എല്ലാവരും പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് നമ്മുടെ തെക്കാപ്പുറത്തെ മേഖലയിലെ എൻ്റെ കാരണവന്മാർ ഇതിനു വേണ്ടി മെനക്കെട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ വാട്സപ്പിലൂടെ അറിയാറുണ്ട്. തീർച്ചയായും ഇതിന് ബന്ധപ്പെട്ട് ചെയ്ത എല്ലാവരെയും ഒറ്റ കണ്ടം അഭിസംബോധിക്കുകയും അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം നൽകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇനി ഇത് എന്നും ഇപ്പം ഈ ഒരു ഇത് സംഭവത്തിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായ രൂപത്തിൽ നല്ല കാര്യങ്ങൾ, ഒരുപാട് സൽക്കർമ്മങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. എല്ലാവരും സാമ്പത്തികമായിട്ടൊക്കെ ചെയ്യാൻ താല്പര്യവും അതിനുവേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഇൻഷാ അല്ലാഹ് കൂടുതലായൊന്നും പറയുന്നില്ല, എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം എന്താണ് പറയുക എന്നൊക്കെയാണ് തോന്നുന്നത്. കാരണം അത്രയും ഒരുപാട് കാണാൻ പറ്റാത്ത നമ്മളിൽ കാരണം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ചേട്ടപ്പുരം നമ്മളെ മാതാക്ക അവിടെ നിന്ന് പറ്റ് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നെ തക്കാളി കൊണ്ട് എറിയും, എന്തിനെ വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പറയാൻ പറ്റിയ ഒരു വേദിയാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പ അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സങ്കടം തോന്നി. കാരണം വളരെ ചെറുപ്പമാകുമ്പോൾ എനിക്ക് ഉപദേശങ്ങൾ, ഞാൻ പുറത്തിങ്ങനെ കളിക്കുമ്പോൾ വീട്ടിൽ പോയി ഒതുങ്ങിയിരിക്ക്. കാരണം അന്നും ഞാൻ കുറച്ച് കുട്ടികളോട് കളിക്കാറുണ്ട്. അതിനൊക്കെ അച്ചടക്കം തരുന്ന, എന്നാലും അൽഹംദുലില്ലാ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഞാൻ ഇപ്പോൾ ഒരുപാട് മേഖലയിൽ, നിങ്ങൾക്കറിയാം, ഒരുപാട് മേഖലയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആർക്കും ഒരു അഭിപ്രായങ്ങളും തെറ്റായ രൂപത്തിൽ പറയാനില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഊഹാപോഹങ്ങളാണ്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. എല്ലാവർക്കും എന്നെ പറ്റി അറിയാം. എന്നാലും ഇനിയും വലിയ പ്രസ്ഥാനത്തിന്റെ ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നല്ല നിലയിൽ നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണത്തോടു കൂടി നല്ല നിലയിലെ ആയുസ് വരെ, കാരണം ആരോഗ്യം ആയുസ്സും കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുകയുള്ളൂ.
അതിനെല്ലാവർക്കും ഒറ്റ വാക്കിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ശ്രീനി അനിയന്മാരെ, എൻ്റെ കൂടപ്പിറപ്പുകളെ, ഞാനിവിടെ നമ്മളിവിടെ ഈ പരിപാടി നടത്തുന്നതിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്. കാരണം നമ്മളിവിടെ ഒരു തെക്കേപ്പുറം സംഘം എന്ന് പറയുന്നത് ഇവിടുത്തെ പൂർവികരായി കേൾക്കുന്നവരും എല്ലാവരും ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവരും എല്ലാവരെയും ഒന്നിച്ചിരുന്നൊന്ന് കാണുമെന്ന ഒരു വേദിയായി മാറിയിരിക്കുന്നത്. നല്ല രീതിയിൽ ഈ സംഘടന ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സദസ്സിനോട് ഞാനാണ് മുജീബ്, കേപ്രം ഇരുമ്പരപ്പാലത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന, ഇപ്പോൾ കോട്ടത്തറ മഹലിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ മിമിക്രി, വലിയ ഹൈ റേഞ്ച് ഒന്നുമല്ല, ഉള്ളത് ചെറിയ ഐറ്റം, 2-3 ഐറ്റം നമ്മളെല്ലാവർക്കും ഏട്ടനന്യന്മാർക്ക് വേണ്ടിയിട്ട്, എൻ്റെ കാരണവന്മാർക്ക് വേണ്ടിയിട്ട് ആദ്യമായി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തെഫുമുട്ടും പാട്ടും കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. കൈയടിക്കുവാണ് കേട്ടോ, ഒരു കലാകാരന്റെ വിജയമാണ്. മനസ്സിലായി? ഒരു അനുകരണം നമ്മുടെ കോഴിക്കോട് താരം മാമുക്കോയുടെ ഒരു സൗണ്ടാണ് ഞാൻ അനുകരിക്കാൻ പോകുന്നത്. കൊച്ചുള്ള നമ്മളോട് പറയാൻ നെയ്യല്ലാത്ത മൊയ്യല്ല, മൊയ്യല്ലാത്ത നെയ്യല്ല, അല്ല ആമയാന്റെ കൊട്ട തേങ്ങ, അല്ല അത് വരുന്നേ മൈമൂന പഠിക്കെടുത്തോളെ ബാലസ്ന കൊച്ചുള്ള. താങ്ക് യു. അടുത്തതായി പ്രിയതാരം മധു സാറിന്റെ ഒരു വോയിസ് ചെയ്യാൻ പോകുന്നത്. മധു. രാഘവ, കല്യാണി അമ്മയുടെ മകളുമായി നിനക്ക് എന്താണോ ബന്ധം ചോദിച്ചത് കേട്ടില്ലേ? പ്രേമബന്ധവും മണ്ണാങ്കെട്ടെന്നോ പറഞ്ഞ് അവളെ പുറകെ നടന്ന് അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ അവളെ വേണ്ടതായി. വെക്കടാവടി, നിന്നോടാണോ പറയുന്നത് വെക്കാൻ. അടുത്തതായി നമ്മുടെ ജനാർദ്ദൻ ചേട്ടന്റെ ഒരു വോയിസ് ചെയ്യുമ്പോൾ ജനാർദ്ദൻ. അടിച്ചൊടിക്കടാ മറ്റക്കാൽ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ത് പട്ടച്ചാരായം കൊണ്ട് കൊട്ടാരം മുഴുവൻ താട്ടിച്ചു. അങ്ങനെ തന്നെ വേണം എന്ത് എന്റെ മൊത്തം തോപ്പാച്ച. അയ്യോ അടിക്കു മക്കളെ കൈ. താങ്ക് യു. അടുത്തായി നമ്മുടെ പ്രേംകുമാർ ചേട്ടന്റെ വോയിസ്. പ്രേംകുമാർ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അടുത്തതായി ഫിലോമിന ചേച്ചിയുടെ ഒരു സൗണ്ടാണ്. ഫിലോമിന. അടുത്തതായി നമുക്ക് 2-3 ഫിഗർ ഉണ്ട്. ഷാറൂഖ് ഖാൻ, ദിലീപ്, സൂര്യ. ഇവിടെ പരിപാടി കഴിഞ്ഞിട്ട് ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതിന്റെ ഇടക്കൊന്ന് ബോറടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് വിളിച്ചാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരു കയ്യടി പ്ലീസ്, പ്ലീസ്. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട മുജീബിനെ UM ഫാമിലിയുടെ ഒരു ഉപഹാരം നമ്മുടെ ഉമർ ഫാറൂഖ് സമ്മാനിക്കുന്നു.
എന്തായാലും എല്ലാവരെയും പങ്കെടുപ്പിച്ച് കാണാനും ഇതൊക്കെ സാധിച്ചു. നമുക്ക് പഴയ ആ തെക്കേപ്പുറത്തെ വീണ്ടും ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അതിനെ ഈ കൂട്ടായ്മ നമുക്കറിയാം, നമ്മുടെ ഹൈഡ്രോളിക് പാലങ്ങളുള്ള നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗതാഗത യോഗ്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ MLOD-യുള്ള ആളുകൾക്കും നമ്മൾ ഈ ഹോസ്പിറ്റലുകാരനൊക്കെ നല്ല സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ കുറേ ആളുകളൊക്കെ MLOD താമസിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ വ്യാപാര മേഖലയിൽ ഇവിടെ വ്യാപാര മേഖല പഴയ കാലത്തുണ്ടായിരുന്ന വ്യാപാര മേഖല വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തെക്കാപ്പുറത്ത് വീണ്ടും ഇതുപോലുള്ള കൂട്ടായ്മകളും എല്ലാം ഉണ്ടാവും. അപ്പം എന്തായാലും നമ്മുടെ ഈ സദസ്സിൽ സംഘടിപ്പിച്ച എല്ലാവരെയും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും, തെക്കാപ്പുറം കൂട്ടായ്മകൃത എല്ലാവരെയും പ്രത്യേകമായി ഞാൻ ആശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. അതേപോലെ നമുക്ക് ഇനിയും ഇതിലും ഇപ്പോൾ നടത്തിയതിനേക്കാൾ നന്നായി ഇനി ഒരു കൂട്ടായ്മ അടുത്ത കാലങ്ങളിലും ഇനിയും സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും സഹകരണം, സപ്പോർട്ട് ഉണ്ടാവണം. അതേപോലെ നമ്മുടെ സംഘാടകരും നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ഇതിലും ഉഷാറായി നടത്താൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക്, ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു. നന്ദി, നമസ്കാരം. മൊബൈലിക്കല്ല വരാം, യൂട്യൂബിലാണ് വരാം. എന്തെന്നില്ലാത്ത ഒരു വികാരമായിരുന്നു. ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരും പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവെച്ച് കണ്ടപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. കാരണം നമ്മുടെ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കുന്നവരും ഇപ്പോൾ പുതുതായി വന്ന നമ്മുടെ സഹോദരന്മാർ എല്ലാവരും കൂടി ഇത്തരമൊരു ആശയത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ പഴയകാല ഓർമ്മകൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും ഇതുകൊണ്ട് ഇവിടെ അവസാനിക്കാൻ പാടില്ല. ഇനിയും ഇത്തരം കൂട്ടായ്മകൾ നിലനിർത്തി മുന്നോട്ട് പോകും. ഇതിന് മുൻകൈ എടുക്കാൻ അങ്ങനെ അറിയുന്നു. ലക്ഷ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഞാൻ പാടുന്ന പാട്ട് മാഷ പാട്ടാണ്. കുറ്റകുറ്റങ്ങൾ എന്തെങ്കിലും ക്ഷമിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. കാരണം അത്ര വിദ്യാസമ്പന്നൊന്നും നമുക്ക് ഞാൻ തീരെ പോയിട്ടൊന്നുമില്ല. അപ്പൊ അക്ഷരങ്ങളിൽ വലിയ വിവരക്കേടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആ മാഷിക്ക് വേണ്ടി, ഓർമ്മക്ക് വേണ്ടി ഞാൻ ഇവിടെ പാടുന്നു. മാഷി തെക്കാപ്പുറത്തുകാരനാണ്, അതിന്റെ പേരിലാണ് ഞാനിത് ഉൾക്കൊള്ളിക്കുന്നത്. എന്താണ് പൊരുൾ മനുഷ്യ സുഖിക്കുന്നില്ലല്ലോ, ശാശ്വത സാവകാശം ആർക്കുമായി എന്താകും ഇഹജ്ഞാന പൊരുൾ. ചിന്തിക്കുന്നിയതായ മേലുണ്ടായ ജീവിതം, ചിന്തിക്കുന്നിയതായ മേലുണ്ടായ ജീവിതം ബന്ധിച്ച് കൊണ്ടുപോകും വേദിയിൽ എരിക്കുന്നു മനം, ബന്ധിച്ച് കൊണ്ടുപോകും വേദിയിൽ എരിക്കുന്നു മനം. എന്താകും യജ്ഞാന പൊരുൾ. തന്തയും തായനൂജ ഭക്തിനി ആരരോ സഖി, തന്തയും തായനൂജ ഭക്തിനി ആരരോ സഖി, സംഗാ
സരസഭയിൽ നിന്ന് മാതാക്കി സന്താപമയ സരസഭയിൽ നിന്ന് മാതാക്കി എന്താണ് ഇഹ ജ്ഞാന പൊരുൾ നാളത്തെ ജീവിത സുഖത്തിനായി കരുതിയോ നാളത്തെ ജീവിത സുഖത്തിനായി കരുതിയോ കാളുന്ന തീയിൽ വിണ്ടിടുമ്പോ കള്ളി മറയുകയായി കാളുന്ന തീയിൽ വെന്തിടുമ്പോ കള്ളി മറയുകയായി എന്താണ് ഇഹ ജ്ഞാന പൊരുൾ ദീനിന് വേണ്ടി ജീവിത നാൾ ചെയ്തതെന്തനീ ദീനിന് വേണ്ടി ജീവിത നാൾ ചെയ്തതെന്തനീ ധിക്കാരം തകിച്ച് തൗബ ചെയ്ത് മടങ്ങുകയായി ധിക്കാരം തകിച്ച് തൗബ ചെയ്ത് മടങ്ങുകയായി ജല്ല ജലാൽ പൊറുത്തിടട്ടെ അനാഥനായി ചെന്ന് ജല്ല ജലാൽ പൊറുത്തിടട്ടെ അനാഥനായി ചെന്ന് പൊരുള്ള ദൂറഹീമിനോട് ചോദി പൊരുള്ള ദൂറഹീമിനോട് ചോദി എന്താകും ഇഹ ജ്ഞാന പൊരുൾ മനുഷ്യൻ സുഖിക്കുന്നില്ലല്ലോ സാസുത സാവകാശം ആർക്കും എന്താകും ഇഹ്റാന പൊരുൾ കാടി സ്റ്റോപ്പിൽ ബസ്സൊന്നിറങ്ങിയിട്ട് നടന്നോട്ട് ഇങ്ങോട്ട് പോയിടുന്നു ഇരുമ്പലപ്പാലം മാതാക്കാന്റെ കട മാമുട്ടിക്കായുടെ ടൈലർ കട മുന്നിൽ പ്രകാശ് മുഹമ്മദിൻ ടൈലർ ഷോപ്പുണ്ട് അദ്രാണ്ടിക്കടുത്തുണ്ട് ചെറ്റപ്പെരയുടെ കടയിൽ പോയിട്ട് വിജയന്റെ ടൈലർ കടയുണ്ട് അതു കഴിഞ്ഞാൽ നമ്മുടെ അപ്പേട്ടനുണ്ട് എല്ലാരും കൂടിയൊരു സ്ഥലമാ എന്തോരു സ്നേഹം എന്തോരു പ്രേമം എന്തോരു മധുരിക്കും കൂട്ടായ്മയായി നിലനിർത്തിടേണേ ഈ തെക്കേ പുറത്തിനെ പരിസരവും നിങ്ങൾ കാത്തിടണം എന്നും വരുന്നുണ്ട് ഹംസാക്ക കൊപ്രക്കോട് മാമുട്ടിക്കായുടെ സീറ്റിലുണ്ട് കാണുന്നവരെല്ലാം കൈകൊണ്ട് വിളിച്ചിട്ട് ഒരുപാട് സുറ പറഞ്ഞിരുന്നിടുന്നു ചായക്കടയിൽ മുട്ടപ്പത്തിരി കുഞ്ഞാമത് കാക്കാന്റെ കടയുമാണ് അത് കഴിഞ്ഞൊരു ചായ അടിക്കാൻ നെറ്റുമ്മക്കുറിയൻ കടയിൽ പോകും എല്ലാരും കൂടിയ തെക്കേ പൂരം അവിടെ കരുവാനും ഉണ്ടവിടെ നമ്മളെ എല്ലാരും കൂടി വരുമ്പോഴും വെള്ളിയാഴ്ച സ്പെഷ്യലായി കൊറ്റനുണ്ട് കാണുന്നുണ്ട് വന്നതായിട്ട് കൈവീശി എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കൈ അതിനോട് പോയതാണ്
അതിന് ശേഷം എന്ത് കണ്ടാലും ഇവര് വലുമല്ല എറിയാണെങ്കിൽ പോലും ഓടിയിട്ട് അവിടെ പോകും. പള്ളിയിൽ ഒന്നും എടുക്കൊന്നുമില്ല, കയറി ആയിട്ട് കയ്യാണ്ടിട്ട് ഒക്കെ അതിപ്പോ മാറുമ്പോ തന്നെ എന്തൊരു വല്ലാത്തൊരു ഇതാണ്. ഇത്രയും നല്ല നല്ല ഓർമ്മകൾ ഞാനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നു. അത് ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയും പറയാൻ പറ്റില്ല. അത് നല്ല ഓർമ്മകൾ തന്ന് ഈ നാടിന് ഒരുപാട് നന്മകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സംഗമം ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ സംഘടനയായ അധ്യാപകരായ അദ്ദേഹത്തെ ഓർക്കൂട്ട് സംഘടന ആദരിക്കുകയാണ്. നിഷാദിനെ ക്ഷണിക്കുന്നു. അനീസിനെയും ആദരവേറ്റത്തിന് വേണ്ടി അനീസിനെയും ആദരിക്കുന്നതിന് വേണ്ടി നിഷാദിനെയും ക്ഷണിക്കുന്നു. ഒരു കയ്യടി കൊണ്ടാൽ പറ്റും മക്കളെ. എന്താണ് ഒരു കയ്യടി പ്ലീസ്, ഒരു കയ്യടി. CP ചന്ദ്രനുണ്ട്. ചന്ദ്രൻ വെയ്യാത്ത ആൾക്കാരെ നോക്കില്ല. ആൾക്കാരുണ്ട്. നായ്ക്കുട്ടി ലീവാക്കിയെന്ന് അന്നെ തെരഞ്ഞെടുക്കണ്ട അവിടെ കേട്ടാ, അന്വേഷിക്കണ്ടെന്ന്. നമ്മളെ ചെറുപ്പത്തിൽ എംപിച്ചാക്ക ജിമ്മാണ്. ആ പനീന് MGR പനീനാണ്. കാടി സ്റ്റോപ്പില് ബസ്സൊന്നിറങ്ങിയിട്ട് നടന്നോട്ട് ഇങ്ങോട്ട് പോയിടുന്നു. ഇരുമ്പലപ്പാലം മാതാക്കാന്റെ കട, മാമുട്ടിക്കായുടെ ടൈലർ കട, മുന്നിൽ പ്രകാശ് മുഹമ്മദിൻ ടൈലർ ഷോപ്പുണ്ട്, അദ്രാണ്ടിക്കടുത്തുണ്ട്. ചറ്റപ്പരയുടെ കടയിൽ പോയിട്ട് വിജയന്റെ ടൈലർ കടയുണ്ട്. അതു കഴിഞ്ഞാൽ നമ്മുടെ അപ്പേട്ടനുണ്ട്. എല്ലാരും കൂടിയൊരു സ്ഥലമാ. എന്തോരു സ്നേഹം, എന്തോരു പ്രേമം, എന്തോരു മധുരിക്കും കൂട്ടായ്മയായി നിലനിർത്തിടേണേ ഈ തെക്കേ പുറത്തിനെ പരിസരവും നിങ്ങൾ കാത്തിടണം.
എന്നും വരുന്നുണ്ട് ഹംസാക്ക കൊപ്രക്കോട് മാമൂട്ടിക്കായുടെ സീറ്റിലുണ്ട്. കാണുന്നവരെല്ലാം കൈകൊണ്ട് വിളിച്ചിട്ട് ഒരുപാട് സുറ പറഞ്ഞിരുന്നിടുന്നു. ചായക്കടയിൽ മുട്ടപ്പത്തിരി കുഞ്ഞാമത് കാക്കാന്റെ കടയുമാണ്. അത് കഴിഞ്ഞൊരു ചായ അടിക്കാൻ നെറ്റുമ്മക്കുറിയൻ കടയിൽ പോകും. എല്ലാരും കൂടിയ തെക്കേ പൂരം അവിടെ കരുവാനും ഉണ്ടവിടെ നമ്മളെ. എല്ലാരും കൂടി വരുമ്പോഴും വെള്ളിയാഴ്ച സ്പെഷ്യലായി കൊറ്റനുണ്ട്. നമ്മളെ മുക്താണിത്. ഞങ്ങൾ രണ്ടാളും ജന്മേക്കറിയേ. യൂട്യൂബിൽ കാണാം. എല്ലായിടത്തും എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കും. നമ്മളെ ഇവരെ സംസാരം നമ്മളെ കുട്ടിക്കാലത്ത് പരിപാടി കാണാം. തെരുവിലെ ചായപ്പൊടി ഇല്ല, പരസ്യം വന്നിട്ടില്ല. പരസ്യം വരാത്തത് മെസ്സേജ് അയച്ചാണ് വന്നതിന് പിന്നെ ഫലം കണ്ടു തുടങ്ങി. കാരണം നമ്മൾ അങ്ങനത്തെ വരും. പിന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എല്ലാ വിഷയങ്ങൾക്കും ഞാൻ ഹംസാക്കാനെയാണ് ഉപയോഗിക്കാറ്. അദ്ദേഹത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ്. തീർച്ചയായും എല്ലാവരും പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് നമ്മുടെ തെക്കാപുറത്തെ മേഖലയിലെ എൻ്റെ കാരണവന്മാർ ഇതിനു വേണ്ടി മെനക്കെട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ വാട്സപ്പിലൂടെ അറിയാറുണ്ട്. തീർച്ചയായും ഇതിന് ബന്ധപ്പെട്ട് ചെയ്ത എല്ലാവരെയും ഒറ്റ കണ്ടം അഭിസംബോധിക്കുകയും അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം നൽകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇനി ഇത് ഇപ്പം ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായ രൂപത്തിൽ നല്ല കാര്യങ്ങൾ, ഒരുപാട് സൽക്കർമ്മങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. എല്ലാവരും സാമ്പത്തികമായിട്ടൊക്കെ ചെയ്യാൻ താല്പര്യവും അതിനുവേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഇൻഷാ അല്ലാഹ് കൂടുതലായൊന്നും പറയുന്നില്ല, എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം എന്താണ് പറയുക എന്നൊക്കെയാണ് തോന്നുന്നത്. കാരണം അത്രയും ഒരുപാട് കാണാൻ പറ്റാത്ത നമ്മളിൽ കാരണം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ചട്ടപ്പുരം നമ്മളെ മാതാക്ക അവിടെ നിന്ന് പറ്റ് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നെ തക്കാളി കൊണ്ട് എറിയും എന്തിന് വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പറയാൻ പറ്റിയ ഒരു വേദിയാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പ അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സങ്കടം തോന്നി. കാരണം വളരെ ചെറുപ്പമാകുമ്പോൾ എനിക്ക് ഉപദേശങ്ങൾ, ഞാൻ പുറത്തിങ്ങനെ കളിക്കുമ്പോൾ വീട്ടിൽ പോയി ഒതുങ്ങിയിരിക്ക്. കാരണം അന്നും ഞാൻ കുറച്ച് കുട്ടികളോട് കളിക്കാറുണ്ട്. അതിനൊക്കെ അച്ചടക്ക തരുന്ന, എന്നാലും അൽഹംദുലില്ലാ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഞാൻ ഇപ്പോൾ ഒരുപാട് മേഖലയിൽ, നിങ്ങൾക്കറിയാം, ഒരുപാട് മേഖലയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആർക്കും ഒരു അഭിപ്രായങ്ങളും തെറ്റായ രൂപത്തിൽ പറയാനില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഊഹാപോഹങ്ങളാണ്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. എല്ലാവർക്കും എന്നെ പറ്റി അറിയാം. എന്നാലും ഇനിയും വലിയ പ്രസ്ഥാനത്തിന്റെ ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നല്ല നിലയിൽ നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണത്തോടു കൂടി നല്ല നിലയിലെ ആയുസ് വരെ, കാരണം ആരോഗ്യം ആയുസ്സും കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുകയുള്ളൂ. അതിനെല്ലാവർക്കും ഒറ്റ വാക്കിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ശ്രീരി ക്ഷണിക്കുന്നു. ശ്രീരി